പകലിൽ നമുക്ക് മാസ്യം ഉണ്ടായിരുന്നു. ചില പ്രിയപ്പെട്ടവർക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. നമ്മുടെ മാസ്യോഗങ്ങളിൽ നമ്മുടെ സഭകളിലെ ആളുകൾ അത്യാവശ്യ ജോലി കാര്യങ്ങൾ ഒക്കെ ഒഴിവാക്കി നമ്മൾ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. എങ്കിലേ ആ സഭ നടത്തുന്ന ആളുകൾക്കൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. നമുക്ക് സ്നേഹം ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രകടിപ്പിക്കുന്നത് അങ്ങനെ. നമുക്കിപ്പോൾ ഇവിടെ ഈ മീറ്റിങ്ങിൽ കുറച്ച് പേർക്കൂടെ ഒക്കെ വേണേൽ വരാം, പക്ഷേ സ്തോത്രം വലിയ സീരിയസ്നെസ് നമ്മൾ അതിനകത്ത് കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് കുഴപ്പം. സ്തോത്രം, ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്നലെ ഒരു ശവമടക്കിന് വേണ്ടി പുത്തൻകുരിശിൽ പോയി. ആദ്യമായിട്ടാണ് ശവം അടക്കാൻ വേണ്ടി ക്യൂവിൽ കിടക്കുന്നത്. അപ്പം ശവം അടക്കാൻ വേണ്ടി ഞങ്ങൾ ക്യൂവില്ല. ഇവിടെ രാജസോഹരനൊക്കെ വന്ന ആളോട് വിളിച്ചു പറഞ്ഞു, വണ്ടി സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം, ഇവിടെ തിരക്കാന്ന്. ഞാൻ ഇവിടെ ഇരുന്നപ്പോഴാണ് ചിന്തിച്ച്, ശവം അടക്കുന്നിടത്തും തിരക്കാണ്. അപ്പോൾ എല്ലായിടത്തും ഈ തിരക്കാണ്. ജോലി കാര്യങ്ങളിൽ മാത്രമല്ല, തിരക്ക് അവിടെയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് പോകുന്നത്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മൾ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചും ചില കാര്യങ്ങളിൽ അതിൻ്റെ ഓരോ അവസ്ഥകളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നിങ്ങളാരും പേടിക്കണ്ട. വെളിപ്പാട് പുസ്തകം തീർന്നു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു പുസ്തകം നമ്മൾ ക്ലാസ് എടുക്കും. സ്തോത്രം. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ അത്യാവശ്യം പറഞ്ഞു പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. സഹസ്രാബ്ദ കാലത്തെ അവസ്ഥകൾ ഒന്ന് സമാധാനത്തിൻ്റെ അനുഭവം, സന്തോഷത്തിൻ്റെ അനുഭവം, വിശുദ്ധിയുടെ അനുഭവം, അതൊക്കെ കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായി തീർന്നു. അടുത്തത് തേജസ്സിൻ്റെ ഒരു അനുഭവമാണ് സഹസ്രാബ്ദത്തിൻ്റെ പ്രത്യേകത. ഞാൻ ഈ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ ലോകത്തിലെ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്താണ് പോകുന്നത്. കാരണം ഈ ബൈബിൾ സത്യമാണെന്നും ഇതിലെ വചനം സത്യമാണെന്നും ഒക്കെ നമ്മൾ ലോക സംഭവമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ അമേരിക്കയിലെ ന്യൂയോർക്കിൽ മേയറായിട്ടായിരിക്കുന്ന ആളുകൾ ഒരു മദാനി എന്ന് പറയുന്ന ഒരുത്തനാണ്. ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, യഹൂദന്മാരെല്ലാവരും ഈ സിറ്റി വിട്ട് പോകണമെന്ന്. യഹൂദന്മാരെല്ലാം ഈ സിറ്റി വിട്ട് ഇസ്രായേലിലേക്ക് പോകണമെന്ന്. സ്തോത്രം. നമ്മൾ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാം ഇവരെല്ലാം അങ്ങോട്ട് ചെല്ലും. അത് ആരെങ്കിലുമൊക്കെ മുഖാന്തരമായിട്ടും ന്യൂയോർക്ക് സിറ്റിയിൽ 12 ലക്ഷം യഹൂദന്മാരുണ്ട്. 12 ലക്ഷം യഹൂദന്മാരാണ് ന്യൂയോർക്ക് സിറ്റിയിലുള്ളത്. അവരെല്ലാം ധനികരും ഉന്നതമായ ജോലിയുള്ളവരുമാണ്. ധനികരും ബിസിനസ്സുകാരും എല്ലാമാണ്. അവരുടെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് വലുതാണ്. അവരോടാണ് പറഞ്ഞത് പുള്ളി സ്തോത്രം വിട്ടുപോകാൻ. ഇപ്പോൾ ഗസേന്ന് വിട്ടുപോകാൻ പറഞ്ഞപ്പോൾ പോയപ്പം അവരുടെ മുതലും സ്ഥലവും, അവിടെ റബ്ബർ തോട്ടവും ഇല്ല, കൃഷി സ്ഥലവും എല്ലാം വിട്ടേച്ച് ആളുകൾ ഓടിപ്പോയി. അപ്പം ഈ ലോക സംഭവങ്ങളും കർത്താവിൻ്റെ വരവിനെ എന്ത് ചെയ്യുന്നുണ്ട്? വിളിച്ചറിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനും ചിലപ്പോൾ ഈ ബൈബിളൊക്കെ വായിക്കുമ്പോൾ ഈ ബൈബിളിലെ അവസ്ഥകളും ദൈവം ഒരുക്കുന്ന നന്മകളും ഒക്കെ ഓർത്താൽ മനുഷ്യർ ഇതെല്ലാം വിട്ടിട്ട് ദൈവപാതയിൽ കൂടെ പോകത്തുള്ളൂ. കാരണം ബാക്കിയുള്ളതെല്ലാം ശവക്കുഴി കൊണ്ട് മാത്രം അവസാനിക്കുന്നതാണ്. എന്തുണ്ടെങ്കിലും ശവക്കുഴി കൊണ്ട് മാത്രം അവസാനിക്കുന്നതാണ്. മറ്റേത് ശവക്കുഴിക്ക് അപ്പുറത്തോട്ടുള്ളത് നിത്യമായ കാര്യമാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കാര്യം. ഇന്ന് രാത്രിയിൽ സഹസ്രാബ്ദ വാഴ്ചയിൽ തേജസ് എന്ന് പറയുന്ന ഭയങ്കരമായിരിക്കും. സ്തോത്രം. വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 24-ാം അധ്യായം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഒന്ന് എടുത്തു വെക്കണം. 24-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 24-ാം അധ്യായം 23-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുകയാലും അവൻ്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാവ് എഴുതിയിരിക്കുന്ന കണ്ടോ? സൈന്യങ്ങളുടെ യഹോവ സിയോനിൽ വാഴുക. സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ രാജാവായി ഭരിക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലമാണ് സ്തോത്രം സഹസ്രാബ്ദ വാഴ്ച. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിക്കണമേ. ഞാനിപ്പോൾ ഇവിടെ ശുശ്രൂഷിക്കുന്നുണ്ട്.
ആരും ശമ്പളം തന്നിട്ടല്ല ശുശ്രൂഷിക്കുന്നത്. പക്ഷേ ഈ ദൈവത്തെക്കുറിച്ച് ഈ കാര്യം പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് എന്ത് സന്തോഷമാണെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ, കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ സകലത്തിനും ലാക്കും കാരണഭൂതനുമായവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ഈ കർത്താവിനെക്കുറിച്ച് പറയുന്ന ലോകത്തിലെ ഏത് ഗവൺമെൻറ്റിനെക്കുറിച്ച് പറയുന്നതിനേക്കാളിലും നല്ല കാര്യം കർത്താവിനെക്കുറിച്ച് പറയുന്നതാണ്. ഇനി നമ്മുടെ മക്കൾ ആരെങ്കിലും ജോലി വിട്ട് സുവിശേഷ വേലയ്ക്ക് പോവുകയെന്ന് പറഞ്ഞാൽ ആരും അവരെ തടയരുത്. കാരണം ഇതിനേക്കാളിൽ അപ്പുറമായി വേറൊരു വേലയില്ല. സ്തോത്രം. എന്ന് വെച്ചാൽ എന്തുവാ? ഉടയവനെക്കുറിച്ച് പറയുക. നമുക്കറിയാം, പല കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്മാർ പല കാര്യങ്ങളിൽ നമ്മളുമായിട്ടും ഇടപെടും, അതും ഇതുമൊക്കെ ഇടപെട്ട് കഴിയുമ്പോൾ അവരുടെ ആ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്ന എത്ര കാര്യമായിട്ടാണെന്നറിയാമോ? ഇനി മഴ തുടങ്ങുന്നതിന് മുമ്പ് വളമുണ്ടെന്നും പറഞ്ഞ് ഇതിലെ ആളുകൾ വരും. ഇത് നല്ല വളമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതിട്ടാൽ സംഗതി ശരിയാ, അറക്കപ്പൊടി അതും ഇതും എല്ലാം ഉണ്ട്, അതിനകത്ത് ഇച്ചിരി യൂറിയയും കൂടി ഇട്ടേച്ച് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ വളം വിട്ട് കഴിയുമ്പോൾ ചെടിയൊക്കെ ഒരു കുളിർമ ഉണ്ടാകും, അല്പം കറുപ്പൊക്കെ ഉണ്ടാകും. അതിനകത്ത് ഞാൻ പറഞ്ഞത് എല്ലാം ബിസിനസ്സും പരിപാടിയല്ലേ. അപ്പോൾ അവരാ പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളൊരു പ്രോഡക്റ്റിനെ കുറിച്ചല്ല പറയുന്നത്, സകലത്തെ ഉരുവാക്കിയ നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ രക്ഷിതാവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മരണത്തിനപ്പുറത്ത് നമ്മെ നടത്തുന്ന ഒരു കർത്താവാണ്, ആ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ലോകത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും അവസാനത്തെക്കുറിച്ചും അറിയാവുന്നവന് ആ കർത്താവിനെ കുറിച്ചാണ് നാം പറയുന്നത്. സ്തോത്രം. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യമില്ല. അതുകൊണ്ട് ആ സമയത്ത് എന്താ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. ആ നാളിൽ സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുക. അപ്പോൾ വാഴുവെന്നുള്ള ഉറപ്പല്ലേ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ കുറച്ച് സമയം. സിയോൻ മലയിൽ യേശു കർത്താവ് എന്ത് ചെയ്യുക? വാഴുകയാ. അന്ന് ഈ ലോകത്തിൽ സ്തോത്രം മറ്റൊരു പ്രശ്നവുമില്ല. ഹല്ലേലൂയ. നമ്മൾ ആദ്യം വായിച്ചായിരുന്നു, അന്നേരം സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, എല്ലാവരും വിശുദ്ധരായിത്തീരും. അതിനെ മാത്രമല്ല, കർത്താവ് വാഴുമ്പോൾ വായിച്ചേ, മൂപ്പന്മാരുടെ മുമ്പിൽ അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകയാലും അവന്റെ മൂപ്പന്മാർ, സ്തോത്രം, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന മൂപ്പന്മാരുടെ മുമ്പിലെ തേജസ്. പ്രിയമുള്ളവരെ, ആരൊക്കെ ആയിരിക്കാം മൂപ്പന്മാരെ നമുക്ക് പറയാൻ കഴിയത്തില്ല. ദൈവമക്കൾ, ദൈവസഭ കർത്താവിൻ്റെ കാന്തയാണ്. അവൻ്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തേജസ് എന്ന് പറയുമ്പം സ്തോത്രം, നമ്മുടെ ഈ പിള്ളേർ ഈയിടെ ടൂറ് പോയായിരുന്നു. അപ്പോൾ ടൂറ് പോയപ്പോൾ ചില വീഡിയോകൾ അതിനകത്തുനിന്ന് എടുത്തു, ആ വണ്ടിക്കകത്തുനിന്ന് പിള്ളേർ ഡാൻസ് കളിക്കുന്നതൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മളാരും അങ്ങനത്തെ വണ്ടിയെ കയറിയിട്ടുമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. എന്തൊരു ഭയങ്കരമാണ്. നമ്മുടെ ഈ ക്രൂയിസ് കപ്പലുകളുണ്ട്, സത്യത്തിൽ ഒന്ന് കയറുന്നത് നല്ലതാണ്. നമുക്ക് അതിനകത്തൊരു ഇത് ഒതുങ്ങി ഇതുവരെയും കിട്ടിയിട്ടില്ല. ക്രൂയിസ് കപ്പലുകൾ നമ്മുടെ കൊച്ചിയിലുമൊക്കെ വന്ന് അടുക്കും. അതിനകത്തെ ലൈറ്റും സാഹചര്യങ്ങളും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, സ്തോത്രം, എന്തൊരു വലുതാണെന്നറിയാമോ? മനുഷ്യനുണ്ടാക്കുന്ന ആ കാര്യങ്ങൾ അറിയുമ്പോൾ, കാണുമ്പോൾ അതിൻ്റെ തേജസ് അത്ര ഭയങ്കരമാണ്. ഒന്നുമല്ലെങ്കിൽ നല്ല ഗാനമേള നടക്കുന്നിടത്തെ ആ ലൈറ്റും കാര്യവും എല്ലാം കൂടെ നോക്കുമ്പോൾ ഉള്ള അനുഭവം നമ്മളതൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ സ്വർഗീയ അനുഭവത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ മൂപ്പന്മാരുടെ മുമ്പിലെ തേജസ് കാണുകയാൽ ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ എന്ത് ചെയ്യും? ലജ്ജിക്കുകയും ചെയ്യുമെന്ന്. എന്ന് വെച്ചാൽ അതിനേക്കാളിൽ തേജസ്സാണ് ആ സമയത്ത്. നമുക്ക് കേട്ടിട്ട് പോലും സന്തോഷം തോന്നില്ലേ? ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വാഴാനുള്ളവരാ. സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ മണവാട്ടിയാണ്, കർത്താവിൻ്റെ കാന്തയാണ്, നമുക്കൂടെ അനുഭവിക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് സാഹചര്യങ്ങളില്ലെങ്കിലോ, ഇവിടെ പല പ്രയാസങ്ങളാണെങ്കിലോ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മളത് അനുഭവിക്കാനുള്ളവരാണ്. ആ തേജസ്സിൻ്റെ സമയത്ത് സൂര്യൻ ലജ്ജിക്കുമെന്ന്. എന്ന് വെച്ചാൽ സൂര്യൻ്റെ പ്രകാശം നമ്മൾ ഏറ്റവും അധികമായിട്ട് കാണുന്ന മധ്യാഹ്ന സമയത്താണ്, ഉച്ചയ്ക്കാണ്. വൈകുന്നേരം സൺസെറ്റ് അഥവാ സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് നമുക്കിവിടെ നോക്കി നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കും. നമ്മൾ ഈ പാടത്തിൻ്റെ അടുക്കലൊക്കെ ഒന്ന് പോയി നിന്നാൽ കിട്ടും, നല്ല അനുഭവമാണ്. പക്ഷേ ഈ സമയത്ത് അവർ പോലും ലജ്ജിക്കുമെന്ന്. അത്ര വലിയ തേജസ്സാണ് കർത്താവിൻ്റെ സന്നിധിയിൽ.
ഹല്ലേലൂയ. കർത്താവ് ഉള്ളിടത്ത് കരണ്ട് വേണ്ട കേട്ടോ. അവിടെ കരണ്ട് വേണ്ട. കാരണം സൂര്യനും ചന്ദ്രനും ലജ്ജിക്കുക. ചന്ദ്രൻ എന്ത് ചെയ്യും? നാണിക്കുമെന്നാണ് പറഞ്ഞത്. കാരണം നല്ല നിലാവുള്ള രാത്രി നല്ല രസമാണ്. ആരാ നിലാവ് പാതിരാത്രി ഇറങ്ങി കണ്ടിട്ടുള്ള? പണ്ടൊക്കെ ആളുകൾ വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് വെട്ടാൻ പോവുകയും പണിയൊക്കെ ചെയ്യുമ്പോൾ ഈ നിലാവ് ഉദിച്ച് നിൽക്കുന്ന കാണാൻ സന്തോഷമാണ്. നിലാവത്ത് കിളച്ചിട്ടുള്ള അപ്പച്ചന്മാരുണ്ട്. നമുക്ക് വിളക്ക് വെക്കാതെ നല്ല നിലാവുള്ള സമയത്ത് ഇറങ്ങി പറമ്പ് കിളയ്ക്കുന്ന അപ്പച്ചന്മാരെ എനിക്കറിയാം. സ്തോത്രം. ചെയ്തിട്ടുള്ള, ഇപ്പോഴത്തെ അപ്പച്ചന്മാരല്ല കേട്ടോ, ചെയ്തിട്ടുള്ള. അപ്പം അതുപോലെ ലജ്ജിക്കുകയാണ്. സ്തോത്രം. വായിച്ചോ. മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകാനും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. യെശയ്യാവ് 4:2 വായിച്ചേ. അന്ന് യെശയ്യാവ് 4:2, യെശയ്യാവ് 30:26. അന്നാളിൽ യഹോവയുടെ മുള ഭംഗിയും അന്നാളിൽ യഹോവയുടെ മുള ഭംഗിയും മഹത്വവും ഉള്ളതും ഭൂമിയുടെ ഫലം ഇസ്രായേലിലെ രക്ഷിത ഗണത്തിന് മഹിമയും അഴകും ഉള്ളതായിരിക്കും. ഹല്ലേലൂയ. തേജസ്സിനെ കുറിച്ചും അന്നാളിൽ എന്ന് വെച്ചാൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ സിയോനിൽ വാഴുമ്പോൾ യഹോവയുടെ മുള എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് അത് പറയുന്നത്. യഹോവയുടെ മുള ഭംഗിയും മഹത്വമുള്ളതും ഭൂമിയുടെ ഫലം ഇസ്രായേലിലെ രക്ഷിത ഗണത്തിന് മഹിമയും അഴകും ഉള്ളതായിരിക്കും. ഭൂമിയിലെ ഫലങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിയിലെ ഫലങ്ങൾ, അതിൻ്റെ അഴക്, അതിൻ്റെ ഭംഗി. സ്തോത്രം. ചില സമയത്ത് ഈ ആപ്പിൾ തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയുള്ള നല്ല വീഡിയോകളൊക്കെ നമ്മുടെ മൊബൈലിൽ ഇതുമൊക്കെ വരും. നമ്മൾ ഇടയ്ക്ക് ഒന്ന് സത്യത്തിൽ കാണേണ്ടതാണ്. എന്ത് ഭംഗിയാണെന്നറിയാമോ? നിരനിരയായിട്ടുള്ള ആ മുന്തിരിത്തോട്ടങ്ങളും ആപ്പിളിൻ്റെ തോട്ടങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾ. ഈ ചൈനയിലെ കൃഷികളൊക്കെ ഒന്ന് നമ്മൾ കാണണം. എന്തു ഭംഗിയാണെന്നറിയാമോ? ഇസ്രായേലിലെ കൃഷികളൊക്കെ ഒന്ന് കാണണം. എന്ന് വെച്ചാൽ അതിൻ്റെ ഫലങ്ങൾ അതുപോലെ ഭംഗിയുള്ളതാണ്. സ്തോത്രം. അവരുടെ കൃഷി രീതികൾ അങ്ങനെയാണ്. അവർ നമുക്കറിയാം, ഈ നമ്മുടെ പോലല്ല, കള കയറാതിരിക്കാൻ വേണ്ടി അവർ ഷീറ്റ് വിരിച്ചിട്ട്, ആ ചെറിയ തിന്നായിട്ടുള്ള ഷീറ്റ് വിരിച്ചിട്ട് അതിനിടയിലാണ് കൃഷി ചെയ്യുന്നത്. എന്നിട്ട് അത് മാറ്റിക്കളഞ്ഞിട്ട്, കാരണം ഒന്നും കയറത്തില്ല, നിസ്സാര വിലയുള്ള ആ സാധനത്തിന്. ഇസ്രായേലിൽ ചൂട് കൂടുതലായതുകൊണ്ട് ഒരു ഷെൽട്ടർ പോലുള്ള ഷീറ്റ് ഇതുണ്ടാക്കി അതിനകത്താണ് പച്ചക്കറികളെല്ലാം നടക്കുന്നത്. കാരണം ആ ചൂട് മതി ഇതിന്. അപ്പം ഇവിടെ പറയുകയാണ്, സ്തോത്രം, അന്നാളിൽ യഹോവയുടെ മുള ഭംഗിയും മഹത്വമുള്ളതും ഭൂമിയുടെ ഫലം ഇസ്രായേലിലെ രക്ഷിത ഗണത്തിന് മഹിമയും അഴകും ഉള്ളതുമായിരിക്കും. ഭൂമിയുടെ ഫലം ഇസ്രായേൽ ഗ്രഹത്തിന്. നിങ്ങൾക്കറിയാമോ, ഇപ്പം ഇസ്രായേലിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ കയറ്റി അയക്കുന്നുണ്ട്. പല വസ്തുക്കൾ കയറ്റി അയക്കുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക്. ഇപ്പോൾ തന്നെ അവരത്രയും വന്നിരിക്കുക. അങ്ങനെയെങ്കിൽ സ്തോത്രം, കർത്താവ് ഭരിക്കുന്ന സമയത്ത്, സ്തോത്രം, ഹല്ലേലൂയ, അവിടുത്തെ ഭംഗി വലുതായിരിക്കും. നമ്മുടെ സഭയിൽ നിന്ന് തന്നെ പലരുണ്ട് ഇപ്പോൾ ഇസ്രായേലിൽ. സത്യം പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. വലിയ ശമ്പളമോ ഇല്ല, കോടികൾ ശമ്പളമൊന്നും ഇല്ലെങ്കിലും അതിലൂടെ ഒക്കെ നമ്മുടെ ആളുകൾ കറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സഞ്ചരിച്ച വഴികളിൽ കൂടിയൊക്കെ നിന്ന് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ഉള്ളിലൊരു സന്തോഷമാണ്. ഹല്ലേലൂയ. ഞാൻ ആദ്യം ഈ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ ഇതൊക്കെ നമുക്ക് മൊബൈലിൽ കിട്ടും. ഗൂഗിൾ എർത്ത് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ അങ്ങനെയില്ല, ഗൂഗിൾ മാപ്പാണ്. അപ്പോൾ ഗൂഗിൾ എർത്തിൽ നമ്മൾ ഇപ്പോൾ അടിച്ചാലും കിട്ടും. ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഇസ്രായേലിൽ ടെലവീവ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടും. കിട്ടിയിട്ട് അതൊന്ന് വലിപ്പമാക്കി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂടെ വാഹനം ഓടിപ്പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തൊരു അനുഭവമാണെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. ആ ഒരു അനുഭവം നമുക്ക് മനസ്സിലാകും. നമ്മുടെ മൊബൈലിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് നോക്കണം. ഇല്ലെങ്കിൽ ആപ്പൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. ഹല്ലേലൂയ. പലതരത്തിലുള്ള ആപ്പുകളുണ്ട്. നേരത്തെ സാങ്കുട്ടൻ ഇവിടെ ഉള്ളപ്പം ഞാനതൊക്കെ നോക്കുമായിരുന്നു. മോള് താമസിക്കുന്ന അമേരിക്കയിലെ വീടിൻ്റെ ആ വഴി എടുത്തിട്ട് ആ വഴിയെല്ലാം വീട് സഹിതം നമുക്ക് കാണാം. ഇവിടെ ഇരുന്ന്, നമ്മുടെ വീട്ടിലിരുന്ന്, നമ്മുടെ വീടിനെ അവർക്കും ഇവിടെ ഇരുന്ന് കാണാം. ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ഈ വീടിൻ്റെ ഷീറ്റുകളും വെള്ള പെയിൻ്റ് അടിച്ചിട്ടേക്കുന്നത് ഈ ഷീറ്റും എല്ലാം കാണാം. സ്തോത്രം, എന്തൊരു വലിയ അനുഭവമാണെന്നറിയാമോ? സ്തോത്രം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണുക, എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 30-ാം അധ്യായം 26-ാമത്തെ വാക്യവും
35 1 2 വാക്യം കൂടെ വായിക്കാം. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും. പ്രൈസ് ദി ലോർഡ്. യഹോവ ഇപ്പം ഇസ്രായേൽ വളരെ പീഡനത്തിൽ കൂടെ പോവുക, വേദനയിലൂടെ പോവുക, ബുദ്ധിമുട്ടിക്കൂടെ പോകുന്ന ആരാ? അവർ എന്തു ചെയ്യും? യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെ കേട്ടോ. വീണ്ടും അതൊന്ന് അടിവരെ ഇട്ടേക്കണം കേട്ടോ. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ തോക്കിയാൽ ഈ വാക്ക് എവിടാന്നറിയത്തില്ല. ചന്ദ്രന്റെ പ്രകാശം എങ്ങനെയുണ്ട്? സൂര്യന്റെ പ്രകാശം പോലെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയാ ജീവിക്കുന്നതെന്ന്. ചന്ദ്രന്റെ പ്രകാശമാട്ടോ, ചൂടല്ല, ചന്ദ്രൻ്റെ പ്രകാശം. നമുക്കറിയാം ഇപ്പം നമ്മുടെ ലൈറ്റുകളെന്ന് പറഞ്ഞാൽ വണ്ടിയുടെയൊക്കെ പല സൈസിലുള്ള ലൈറ്റുകളുണ്ട്, അതിന് ചൂടില്ല. നമ്മുടെ ഇപ്പോൾ നമ്മൾ CFL ബൾബുകൾക്ക് അധികം ചൂടില്ല. പണ്ടത്തെ ലൈറ്റാണെങ്കിൽ ജാതിക്ക വരെ നല്ല ചൂടുള്ള വലിയ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ഉണക്കാമായിരുന്നു. ഞാൻ ഇന്നത് വായിച്ചപ്പോൾ ഈ 7 ഇരട്ടി അതൊന്നുകൂടെ വായിച്ചേ. സ്തോത്രം. ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ. 7 പകലിന്റെ പ്രകാശം പോലെ. ദൈവം വാഴുമ്പോൾ ഉണ്ടാകുന്ന തേജസ് ഒന്ന് മനസ്സിലാക്കേ. സ്തോത്രം. നമ്മുടെ ഉള്ളിലേക്ക് ഇതൊന്ന് വരണം കേട്ടോ. ഇതൊക്കെ നമ്മളങ്ങ് മനസ്സിലാക്കി കഴിയുമ്പോൾ സ്തോത്രം എന്തൊരു സന്തോഷമാണ്. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെ ആരെങ്കിലുമൊക്കെ എന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മളെ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? ഇത്രയും കഷ്ടപ്പെട്ടിട്ട്, ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ആരെങ്കിലും നമ്മുടെ അധ്വാനത്തിൻ്റെ വില മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ വില മനസ്സിലാക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ വളർത്താൻ എന്തോരുവാ കഷ്ടപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ ഒരു വില കുഞ്ഞുങ്ങൾ തിരിച്ച് നമുക്ക് തരുന്നുണ്ടോ? സ്തോത്രം. ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ അവരെ ആരെങ്കിലും എന്തെങ്കിലും കാര്യം വരുമ്പോൾ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ആജീവനാന്തരം അപ്പനോടും അമ്മയോടും പിണങ്ങിയിരിക്കും. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണേ. പിന്നെ എന്ത് പ്രയോജനമാണ്? ഹല്ലേലൂയ. ഞാൻ നേരത്തെ ഓർപ്പിക്കും, ഇപ്പോൾ ഒരു ആൾ മരിച്ചാൽ അപ്പോഴേ കൊണ്ടുവന്ന് മോർച്ചറിയിലോട്ട് തള്ളുക. എന്നിട്ട് അപ്പം തന്നെ ആൾ വരാനൊന്നും നോക്കുകയില്ല, അപ്പം തന്നെ കയറ്റി വെക്കും. പിന്നെ വരുന്ന ആ രാവിലെയാണ് എല്ലാവരും കൂടെ ശവമടക്കിൻ്റെ പ്രത്യേകതയിലാണ് രാവിലെയാണ് ബോഡി എടുക്കത്തുള്ളൂ. രാവിലെയും ചില ആളുകൾ ഇച്ചിരൂടെ സ്നേഹമുള്ളവർ അത് രാവിലെ പോയി എടുക്കും. ചിലരങ്ങനെ എടുക്കത്തില്ല, അവർ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ എടുക്കത്തുള്ളൂ. ഒന്ന് സ്വസ്ഥമായി വല്ലതും കഴിച്ചു കുടിച്ച് ഒക്കെ കഴിഞ്ഞിട്ടേ എടുക്കത്തുള്ളൂ. ഞാൻ നേരത്തെ ഉറപ്പിച്ച പോലെ എനിക്കറിയാവുന്ന കാര്യമാണ്. ചില ആളുകൾ ഈ ശവം എടുക്കുമ്പോൾ രാവിലെ കല്യാണത്തിന് പോകുന്ന പോലെ ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങിയിട്ടാണ് ഇതിൻ്റെ നേരെ വന്നിരിക്കുന്നത്. ഈ സൗണ്ടിൽ പലയിടത്തും ഇത് പോകുന്നതാണ്. അപ്പോൾ എനിക്കറിയാം അവർ രാവിലെ അപ്പൻ്റെയോ അമ്മയുടെയോ ബോഡി എടുക്കുമ്പോൾ ഇതിൻ്റെ എടുക്ക വന്നിരിക്കാൻ വേണ്ടി അതുപോലത്തെ ഡ്രസ്സും എടുത്ത് അത് പ്രത്യേകം തയ്പ്പിച്ച് എന്നിട്ട് എന്ത് ചെയ്യും? എനിക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ബ്യൂട്ടി പാർലറിലും പോയി മുടിയൊക്കെ ശരിയാക്കി. ഞാൻ ചിലരോട് ചോദിച്ചിട്ടുണ്ട് ഏത് ബ്യൂട്ടി പാർലറിലാണ് പോയിട്ട് വന്നതെന്ന്, കാരണം സ്വാതന്ത്ര്യമുള്ളിടത്ത്. അപ്പം മരിച്ച പുള്ളിയെക്കുറിച്ചുള്ള തന്ത്രമാണോ? അവരെ വീഡിയോയിൽ കിട്ടാനും ലൈവിൽ കിട്ടാനും അവരെ നന്നായിട്ടിരിക്കാനും, അപ്പം അതിനു വേണ്ടി അതാണ് ലോകം. ഈ ലോകത്ത് നാം അധ്വാനിച്ചാൽ ലോകം അതാ നമുക്ക് തരുന്നത്. അതേസമയം കർത്താവിന് വേണ്ടി നിന്നാൽ ഈ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ അനുഭവം എല്ലാം നമുക്ക് കിട്ടും. കർത്താവ് നമ്മെ താങ്ങും, അവൻ നമ്മെ കരുതും. സ്തോത്രം. ഹല്ലേലൂയ. ആരും അംഗീകരിക്കുമെന്ന് ഓർത്ത് നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മുടെ കടമകൾ ചെയ്യുക, നമ്മുടെ കടമകൾ നാം ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കടമകൾ നാം ചെയ്യുക. ഇനിയും സ്തോത്രം, ഒരു ചെറിയ കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് വീഴ്ചയുണ്ടായാൽ തീർന്നില്ലേ? ഞങ്ങളുടെ സ്റ്റെഫന് അവിടുത്തെ അമ്മച്ചി മരിച്ചപ്പോൾ അവൻ അവൻ തന്നെ ഫ്ലാസ്ക് തുറന്ന് ആ ഫ്ലാസ്കിലെ വെള്ളം അവൻ്റെ കൈ വെളുപ്പിനെ രാത്രി അവൻ്റെ കയ്യിലോട്ട് വീണു. അവൻ തന്നെ തുറന്നു, നമ്മൾ ചെയ്തതല്ല. അവൻ കുടിക്കാൻ വെച്ചിരുന്ന വെള്ളം, പാൽപ്പൊടി കലക്കി കൊടുക്കാൻ വെച്ചിരുന്ന വെള്ളം അവൻ ഒഴിച്ചു. ആ കൈ മുഴുവൻ കൊമളിച്ച് കുടുന്ന് അവനുമായിട്ട് ഞങ്ങൾ നിലമ്പൂര് ചെന്നു. അവിടുത്തെ പ്രായമുള്ള അമ്മച്ചിമാർ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? ഇത്രയും നോട്ടം നോക്കി കൊച്ചു കുരുത്തക്കേട് കാണിച്ച് രാത്രിയിൽ തന്നെ കയ്യെ കയറി ഒഴിച്ചിട്ട്
അവസാനം ഈ കൊച്ചിനെ നോക്കണ്ടെന്നൊക്കെ പരുഷമായിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മളൊരു പിണങ്ങിയല്ല, സ്നേഹത്തിലാണെങ്കിലും നമ്മൾ അത്രയും നോക്കിയപ്പോഴും ഒരു വീഴ്ച വന്നപ്പോൾ ഉണ്ടായ കാര്യം നോക്കിക്കേ. സ്തോത്രം, ശ്രദ്ധിക്കണേ. അതുകൊണ്ട് എവിടെങ്കിലും ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ, അതുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് എന്താണ്? വിലയേറിയതാണ്. വേറെ ആർക്കെങ്കിലും വിലയുണ്ടോ? വേറെ ഒരു മനുഷ്യന് നമ്മളെ തന്നെ ഒന്ന് കാണാൻ ആര് വില മതിക്കും? തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് എന്താണ്? വിലയേറിയതാണ്. ഭക്തന്മാരെ മാത്രമാണ് യഹോവയ്ക്ക് വിലയായിട്ടുള്ളത്. അല്ലാതെ ഇവിടുത്തെ മുതലാളിമാരെയോ ഇവിടുത്തെ സഭാ നേതാക്കന്മാരെയോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയോ ഒന്നും കർത്താവ് വിലയേറിയെന്ന് പറയത്തില്ല. ഇവിടുത്തെ ആളുകളെ പറയത്തില്ല. വലിയ രാജാവായ നെബൂഖദ്നേസറിനെ പോലും ദൈവമായ കർത്താവ് കാളയെപ്പോലെ പുല്ല് തീറ്റിച്ചു. ഹല്ലേലൂയ. കാര്യം വാഴുന്നത് നമ്മുടെ ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് അന്നേരത്തെ അനുഭവമാണ് സൂര്യൻ്റെ പ്രകാശം എന്ത് ചെയ്യുകയാണ്? 7 ഇരട്ടി. ഒന്ന് അടിവരയിട്ടേക്കണേ, 7 ഇരട്ടി. അടുത്തത് യെശയ്യാവിൻ്റെ പുസ്തകം 35-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ചു. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. മരുഭൂമിയും വരണ്ട നിലവും എന്ത് ചെയ്യും? ആനന്ദിക്കും. ആ സമയം ഇസ്രായേലിൽ കൂടുതൽ മരുഭൂമിയാണ്. നമ്മുടെ ഇതുപോലത്തെ പ്രകൃതിയല്ല. മരുഭൂമിയും വരണ്ട നിലവും സന്തോഷിക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. പ്രൈസ് ദി ലോർഡ്. അത് മനോഹരമായ ഉല്ലാസത്തോടും എന്ത് ചെയ്യും? കൂടെ ഉല്ലസിക്കും. ലെബനോന്റെ മഹത്വവും കർമ്മേലിന്റെയും ശാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആ സമയം അവരുടെ വനങ്ങളും ഉദ്യാനങ്ങളും കൃഷിസ്ഥലങ്ങളും എല്ലാം ശോഭിക്കുക. കാരണം ദൈവത്തിൻ്റെ തേജസ്. അന്ന് നമ്മുടെ തെങ്ങിന് മണ്ടരി ഉണ്ടാകുന്ന പോലെ മണ്ടരിയൊന്നും ഉണ്ടാകുകയല്ല കേട്ടോ. കാരണം ദൈവമാണ് അവിടെ വാഴുന്നത്, ദൈവമാ കാര്യങ്ങൾ ചെയ്യുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമാ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കൃഷി ചെയ്ത എന്തിനെങ്കിലും ഒരു അനുഭവം കിട്ടുമോ? ഒന്നിൻ്റെ ഒരു അനുഭവം യഥാർത്ഥമായി നമുക്ക് ലഭിക്കുന്നില്ല. നമ്മൾ സത്യത്തിൽ ഞാനൊരു നല്ല തെങ്ങ് വെച്ചതൊന്ന് കായ്പിക്കാൻ ഇപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരുമാതിരി നല്ല കൃഷിക്കാരനാണെന്നും പറഞ്ഞ് നടക്കുക. തെങ്ങ് 5-8 എണ്ണം വെച്ചു, എല്ലാം കരിക്ക് വിട്ടിച്ച സമയത്തേക്ക് പോയി. അപ്പോൾ നമ്മുടെ പിള്ളേരും പറയല്ലേ, അപ്പോൾ വലിയ കൃഷിക്കാരനായിട്ട് ഞങ്ങളുടെ കൊച്ചുങ്ങൾ വന്നപ്പോൾ ഒരു കരിക്ക് പിടിക്കാൻ പോലും ഇപ്പോൾ തെങ്ങ് വിടില്ല. എന്തോ കൃഷി ചെയ്തിട്ട് ഗുണം? പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതും കരിക്കാകുമ്പോഴത്തേക്ക് പോകും. എന്നാൽ കർത്താവ് വാഴുമ്പോൾ ഈ പ്രശ്നമില്ല കേട്ടോ. എല്ലാത്തിലും സമൃദ്ധി, എല്ലാത്തിനും തേജസ്. യെശയ്യാവിൻ്റെ പുസ്തകം 40-5 ഒന്ന് വായിച്ചേ. 40-5. ഹല്ലേലൂയ. ഒരാൾ യെശയ്യാവ് 60-1 മുതലും വായിക്കണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. നമ്മൾ സകല ജഡവും ഒരുപോലെ അതിനെ കാണും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം, സ്തോത്രം, അവൻ്റെ തേജസ്. എത്ര വാക്യമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കാര്യം നമ്മളിതെല്ലാം വായിച്ചു പോകുന്ന ഭാഗമാണ്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. എനിക്കും മനസ്സിലായിട്ടില്ല. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. യഹോവയുടെ അഥവാ സഹസ്രാബ്ദ വാഴ്ചയിൽ യഹോവ സിയോനിൽ വാഴുമ്പോൾ യഹോവയുടെ മഹത്വം. എത്ര വാക്യങ്ങളാണ്! ഞാനതാ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ഇത് കൂടുതലും വെളിപ്പെട്ടത് യെശയ്യാവിനാ. ഈ വക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെട്ടത് യെശയ്യാവിനാ. സ്തോത്രം, ഹല്ലേലൂയ. യഹോവയുടെ മഹത്വം വെളിപ്പെടും. സകല ജഡവും ഒരുപോലെ അതിനെ കാണും. കർത്താവിൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം കാണും. യെശയ്യാവിൻ്റെ പുസ്തകം 60-ാം അധ്യായം 1 വാക്യങ്ങളൊന്ന് വായിച്ചു. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഇത് നമുക്കെല്ലാം സന്തോഷമുള്ളൊരു വാക്യം. ഇതോടെ വായിച്ച് അവസാനിപ്പിക്കുക. ഇന്ന് അതേ പറയുന്നുള്ളൂ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം എന്ത് ചെയ്തിരിക്കുന്നു. നമ്മൾ സാധാരണ ആളുകൾക്ക് ആലോചന പറയുന്ന ഒരു വാക്യം. അത് നമുക്കൊരു ദൂതായിട്ട് എഴുന്നേക്കാം. ഇപ്പോൾ ഒരുത്തനോട് പറയുക, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം എന്ത് ചെയ്തിരിക്കുക, വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. അതൊരു ദൂതാണ്, പ്രവാചക ദൂതായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സ്തോത്രം. പ്രവാചകന്മാർ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളോട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളത് ഏറ്റെടുക്കുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ. ഒരാൾ തലേ കൈ വയ്ക്കാതെ വന്ന് വയച്ചില്ലേലും ആ ഒരു വാക്യമേറ്റ് എഴുന്നേറ്റ് പ്രകാശിക്കാൻ. എന്തുവാ ഇപ്പോൾ കിടപ്പാ നമ്മൾ മന്ദതയില്ല, നമ്മൾ മടിയന്മാരായിരിക്കുക, അലസതയാണ് നമ്മൾ.
സ്തോത്രം. അപ്പം ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് എന്ത് ചെയ്യണം? പ്രകാശിക്കണം. ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. ദൈവത്തിന് വേണ്ടി പ്രകാശിക്കാതെ നമ്മുടെ കാര്യത്തിന് വേണ്ടി സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആളുകൾ വിചാരിക്കണം. സ്തോത്രം. അതുകൊണ്ട് ഒരു കാര്യവും നമുക്ക് നേട്ടമുണ്ടാകത്തില്ല. സ്വന്തം കാര്യം മാത്രം നമ്മൾ നോക്കിക്കൊണ്ട് നടന്നാൽ അതുകൊണ്ട് ഒരു നേട്ടവും നമുക്കുണ്ടാകത്തില്ല. സ്തോത്രം. എല്ലാവരും വിചാരിക്കുന്നത് ഇല്ലേ കണ്ടിരുന്ന് പഠിച്ചോ. ഞാനെന്തോ ഒരു ആളുകളുടെ കാര്യം മനസ്സിലാക്കിയിരിക്കുക. സ്തോത്രം. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് എഴുന്നേറ്റൊന്ന് എന്ത് ചെയ്യണം? പ്രകാശിക്കണം. പ്രകാശിക്കാൻ നമുക്ക് കഴിയണം. പ്രകാശിക്കുക എന്ന് വെച്ചാൽ ഏതർത്ഥത്തിലാണെങ്കിലും നമ്മൾ പ്രകാശിക്കണം. നമ്മുടെ താലന്തുകൾ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ഉപയോഗിക്കപ്പെടണം. മറ്റൊരുത്തന് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആരോഗ്യവും നമ്മുടെ ബലവും നമ്മുടെ പണവും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഉപകാരപ്പെടണം. നമുക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് മാത്രം ഉപകാരപ്പെടാനല്ല ഇത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ അയൽവക്കക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കിവിടെ മീറ്റിംഗ് ഇല്ലാത്തപ്പം നമ്മുടെ ഈ കാര്യങ്ങൾ ഉപയോഗിക്കുമോ, നമ്മുടെ ബാത്റൂമുകൾ ഉപയോഗിക്കുമോ, എന്ത് കാര്യം ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുള്ളിടത്തോളം കാലം, ഞങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്ന കാലം, ഞങ്ങളുടെ കൺട്രോൾ കഴിയുന്നൊരു കാലം വരും, അന്നേരം നമ്മുടെ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ സ്തോത്രം ഇവിടെ ഇരുന്നിട്ട് എന്നാ കാര്യമുള്ളത്? എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഈ പുറത്തെ ബാത്റൂമോ താക്കോലിട്ട് പൂട്ടിയിടണം, അല്ലേ വഴിയേ പോകുന്നവർ ഉപയോഗിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, ബാത്റൂം ഇല്ലാത്തതിൻ്റെ വിഷമം ചിലപ്പോൾ യാത്ര ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമുക്കൊരു ബാത്റൂമും വെള്ളവും വഴിയോ ചിലരൊക്കെ വന്ന് കയറാറുണ്ട്. അവന് വിഷമം ഉണ്ടായതുകൊണ്ടല്ലേ കയറിയത്. ഞാനത് പൂട്ടിയിട്ട് താക്കോലും കൊണ്ട് പോയാലോ? സ്തോത്രം. ശരിയായിരിക്കും, വൃത്തികേടാക്കുമായിരിക്കും. വൃത്തികേടാക്കുവാണെങ്കിൽ ഒന്ന് കഴുകണം, ഒന്ന് ഫ്ലഷ് ചെയ്താൽ പോരെ, ഒന്ന് കഴുകിയാൽ പോരെ. നമ്മൾ ശ്രദ്ധിക്കണം, നമുക്കുള്ളത് മറ്റുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കണം. നമുക്കുള്ളത് നമുക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാനല്ല, പ്രയോജനപ്പെടണം. സ്തോത്രം. അപ്പോൾ പ്രകാശിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചിന്തയിൽ വേറൊരർത്ഥമാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എഴുന്നേറ്റ് ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം എന്ത് ചെയ്തിരിക്കുന്നു? വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യഹോവയുടെ തേജസ്. ഇത് സഹസ്രാബ്ദത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നടക്കുന്ന ഒരു കാര്യമായത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രവചന ദൂതായിട്ട് നമുക്ക് ഏറ്റെടുക്കാം, വ്യക്തിപരമായിട്ട്. അല്ലാതെ ഇത് അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ആത്മീയ അർത്ഥമുണ്ട്, അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥമുണ്ട്. ആത്മീയ അർത്ഥം എന്ന് മുമ്പേ പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. കാരണം ദൈവത്തിൻ്റെ തേജസ് അവരുടെ മേൽ ഉദിച്ചിരിക്കുക. വായിച്ചോ, വേഗം വായിച്ചോ, 9 വരെ വായിച്ച അവസാനം. അന്ധകാരഭൂമിയെയും കുരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലെ യഹോവ ഉദിക്കും. ലോകത്തിൽ അന്ധകാരമാ മൂടുന്നേ, പക്ഷെ നിന്റെ മേൽ ആരുദിക്കും? യഹോവ ഉദിക്കും. യഹോവ ഉദിക്കും. നമ്മുടെ മേൽ ആരുടെ മേലെങ്കിലും യഹോവ ഉദിച്ചിട്ടുണ്ടോ? യഹോവ ഉദിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ കർത്താവ് വരുമ്പോൾ അതിൻ്റെ തേജസ് നമ്മുടെ മുഖത്തുണ്ടാകും. ഹല്ലേലൂയ. ഈ സ്തോത്രം. ഞാൻ ഒത്തിരി ആളുകളുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. പ്രസംഗത്തിനകത്ത് പോലും ചിലർക്ക് ദേഷ്യവും കോപവും പല കാര്യവും മനസ്സിൽ വെച്ചുകൊണ്ട് പറയും. അപ്പോൾ ആ പ്രസംഗത്തിൽ പോലും ആർക്കിട്ടെങ്കിലും മനഃപൂർവ്വമായിട്ട് പറയുന്ന രീതി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്നേരം അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ മതി, ദൈവത്തിൻ്റെ തേജസ്സല്ല അന്നേരം. ഹല്ലേലൂയ. ദൈവദേശത്ത് മാറിപ്പോവുക. സ്തോത്രം. നിന്റെ മേൽ അന്ധകാരം ജാതികളുടെ മേൽ ഉദിക്കുമ്പോൾ നിന്റെ മേൽ എന്ത് ചെയ്യണം? യഹോവ ഉദിക്കും. നിന്റെ മേൽ യഹോവ ഉദിക്കും. അടുത്തത്, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി ഇസ്രായേലിലേക്ക് ചുറ്റുമുള്ള ജാതികൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരിക. വായിച്ചോ. ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു, നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും. നിന്റെ പുത്രന്മാർ ദൂരത്ത് നിന്ന് വരുമെന്ന്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ വാക്ക് കേട്ടോ. ന്യൂയോർക്കിൽ നിന്ന് യഹൂദന്മാരോട് എല്ലാം പൊക്കോളാൻ പറഞ്ഞേക്കുവാ. ഈ വചനത്തിൻ്റെ നിവൃത്തി തന്നെ. നിന്റെ മക്കള് ദൂരത്ത് നിന്ന് എന്ത് ചെയ്യും? നിന്റെ പുത്രന്മാർ വരുമെന്ന്. നിന്റെ പുത്രിമാരെ പാർശ്വത്തിൽ വഹിച്ചുകൊണ്ട് വരുമെന്ന്. ഏതാ ഈ പാർശ്വം? പ്ലെയിനെ കയറ്റിക്കൊണ്ട് വരുമെന്ന്. അന്ന് പ്രവാചകൻ അതേ പറയാൻ പറ്റത്തുള്ളൂ. പ്രവാചകൻ നിന്റെ പുത്രിമാരെ പാർശ്വത്തിൽ വഹിച്ചുകൊണ്ട് വരുമെന്ന്.
അപ്പോൾ ആ വചനത്തിന്റെ നിവൃത്തി ഒന്ന് നോക്കിക്കേ, പാർശ്വത്തിൽ വഹിച്ചോണ്ട് വരും. അടുത്തത്, നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും, സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത്. ഇസ്രായേലിനോട് പറയാ, സമുദ്രത്തിന്റെ ധനം നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. നമുക്ക് ഈ പിടച്ച് വികസിക്കുന്ന എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. നമുക്കൊരു 25 കോടി രൂപ ലോട്ടറി അടിച്ചെന്നറിഞ്ഞാൽ ആ നമ്പർ അങ്ങോട്ട് കറക്റ്റായിട്ട് തെളിഞ്ഞു വന്നെന്നറിഞ്ഞാൽ ആ ഹൃദയത്തിൻ്റെ പിടപ്പൊന്ന് മനസ്സിലാക്കി എന്തോ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പിള്ളേർ ക്രിക്കറ്റ് ജയിച്ചപ്പോഴത്തെ അതിൻ്റെ ആരവം കണ്ടോ? കോടികൾ അവർക്ക് കിട്ടിയത്. അവർ ജയിച്ചു, ഫൈനൽ ബോൾ എറിഞ്ഞു, അത് 4 or 6 ഏതാണ്ടാ പോയത്. അപ്പോഴത്തേക്ക് അവർ ഇവിടുന്ന് ഇറങ്ങി ഓടുക. കാരണം അവരുടെ ഹൃദയം പിടച്ച് വികസിക്കുക. നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെ നമ്മുടെ ഇന്ത്യയിലെ പെൺപിള്ളേർ, ക്രിക്കറ്റ് കളിച്ച പിള്ളേരെല്ലാവരും കൂടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ വിരുന്നിൽ പങ്കുചേർന്നത് ഞാൻ കണ്ടായിരുന്നു. ഒരു പെങ്കച്ച് ചോദിച്ചു, അങ്ങയുടെ ഈ സൗന്ദര്യം അഥവാ ഈ തൊലി ഇത്രയും ഇതായിട്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന്. അങ്ങനെയൊക്കെ പിള്ളേർ ചോദിച്ചു കളഞ്ഞു. അദ്ദേഹം നന്നായിട്ട് വർത്തമാനം പറഞ്ഞു. അദ്ദേഹം ആ പിള്ളേർക്ക് ആഹാരം വിളമ്പിക്കൊടുത്തു. പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യയിലെ പെൺപിള്ളേർക്ക്, സ്തോത്രം, കൊച്ചു പിള്ളേർക്ക് അവർ കൊടുത്തു. സ്തോത്രം. ഞാൻ പറഞ്ഞത്, അപ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ആ പിടപ്പ്, ആ സന്തോഷം, ഹല്ലേലൂയ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കർത്താവിൻ്റെ ആ സമയം ആകുമ്പോഴത്തേക്ക് നിന്റെ ഹൃദയം പിടച്ചെന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? വായിച്ചങ്ങ് അവസാനിപ്പിച്ചേ. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ, സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ വരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാന്റെ ഏഫയിലെയും ചിറ്റട്ടങ്ങളും നിന്നെ മൂടും. ശേബയിൽ നിന്ന് അവരൊക്കെയും വരും. പൊന്നും കുന്തിരിക്കും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. യഹോവ എല്ലാ സ്ഥലത്തുനിന്നും ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി ജനം ഇസ്രായേലിലേക്ക് വരാനിടയായിത്തീരും. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ മഹത്വത്തോടെ വെളിപ്പെടാനിടയായിത്തീരും. അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോവുക. നമ്മളും അതിൻ്റെ അവകാശികളാകാനാ. അതുകൊണ്ട് നമുക്ക് ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇനി എത്രയും താമസം യേശു കർത്താവ് മടങ്ങി വരും. അതിനുവേണ്ടി ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.